അപ്പം ഇതൊരു സ്റ്റോറി ആയിരുന്നു അതിനകത്തുള്ളത്. അപ്പം ഹണി ഡ്രോപ്സ് റീഡ് ആൻഡ് റീജോയ്സ്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് എന്താ കഥയുടെ പേര്, എ ജംഗിൾ റൈഡ് എന്ന് വെച്ചാൽ, ജംഗിൾ എന്ന് വെച്ചാൽ കാട്, ജംഗിൾ റൈഡ് എന്ന് വെച്ചാൽ കാട്ടിലൂടെയുള്ള യാത്ര. അപ്പൊ ഈ പിക്ചറിൽ കുറച്ച് ആനിമൽസിന്റെ പടം കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അവരൊരു കാറിനകത്താണ് പോകുന്നത്. അപ്പൊ ഇത് ജംഗിൾ റൈഡ് എന്ന് പറയുന്നുണ്ട്, കാട്ടിലൂടെയുള്ള യാത്രയെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ആരൊക്കെയാ ഉള്ളത്? ഒരു ജിറാഫ് ഉണ്ട്, ഒരു എലിഫന്റ് ഉണ്ട്, പിന്നെ ഒരു ബിയർ ഉണ്ട്, ഒരു ഫോക്സ് ഉണ്ട്. നമുക്ക് കഥ നോക്കാം. നോക്ക്, ഈ പിക്ചറിൽ ആരാ ഉള്ളത്? ഒരു ബിയർ ഉണ്ട് അല്ലെ. അപ്പൊ ബിയർ ഒരു മ്യൂസിക്കിന്റെ ഇതുണ്ട്. അപ്പൊ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് നമ്മുടെ ബിയർ ഈസ് വാക്കിംഗ് ഇൻ ദി ജംഗിൾ. ഒരു കരടി കാട്ടിലൂടെ നടക്കുന്നു. പെട്ടെന്ന് എന്തോ ഒന്ന് കണ്ടു. അപ്പൊ നോക്ക് നമ്മുടെ ബിയർ എന്തോ ഒന്ന് നോക്കുന്നുണ്ടല്ലേ. അപ്പൊ മൂളിപ്പാട്ടും പാടി നടന്നു പോകുമായിരുന്നു നമ്മുടെ ബിയർ. അപ്പൊ അവിടെ എന്തോ ഒന്ന് കണ്ടു. അപ്പോ വാട്ട് ഈസ് ദാറ്റ്? എന്താണത്? അപ്പൊ ഈ നമ്മുടെ ബിയർ സ്വയം ചോദിക്കുക, അത് എന്താ അത് എന്ന് ചോദിക്കുക. അപ്പൊ അതായത് ഈ പിക്ചറിൽ എന്താ ഉള്ളത്? അപ്പം ഇവിടെ ഒരു ഫോക്സ് ഉണ്ടല്ലേ. അപ്പൊ ഫോക്സ്, അപ്പോ അതിൽ പോയി ഒരു ഫോക്സ് പറയാം, ഐ ഡോണ്ട് നോ. ഫോക്സ് പറയാൻ എനിക്കറിയില്ല. അപ്പൊ ഇവിടെ ഒരു ആന വരുന്നുണ്ടല്ലേ. അപ്പൊ ഈ പിക്ചറിൽ എന്താ ഉള്ളത്? അപ്പൊ ആനയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അതെന്താ. അപ്പൊ ആന പറയുക, ഇറ്റ് ഈസ് എ കാർ, അതൊരു കാറാന്ന് പറയുക. അപ്പോ പിന്നെ എന്താ നമുക്ക് നോക്കാം. അപ്പൊ ഈ പിക്ചറിൽ ആരൊക്കെയുള്ളത്? എലിഫന്റ് ഉണ്ട്, ഒരു ബിയർ ഉണ്ട്, ഫോക്സ് ഉണ്ട്. മുകളിൽ കൂടി 2 പാരറ്റ്സ് പറക്കുന്നുണ്ടല്ലേ. കുറച്ച് ബേർഡ്സ് ഒക്കെ ഉണ്ട് അവിടെ. ഈ പിക്ചറിൽ എന്താ ഉള്ളത്? ഒരു കാറുണ്ടല്ലേ ഇവിടെ. കാറെന്ന് പറഞ്ഞാ ഒരു കേട് വന്ന ഒരു കാർ, ഒരു പഴയ ഒരു കാറാ. അപ്പൊ ഈ കാറിന് എന്താ? ഒന്നുമില്ലല്ലേ. ഇറ്റ് ഹാസ് നോ വീൽസ്, നോ ഹോൺ, നോ ലൈറ്റ്സ്. ഹു വിൽ റിപ്പയർ ദി കാർ? അപ്പം അവരായിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ ഈ കാർ ആര് റിപ്പയർ ചെയ്യുമോന്ന് ചോദിക്കുക. അപ്പം ആരാണ് കാർ റിപ്പയർ ചെയ്യുക? അതാണ് ഈ ഹു വിൽ റിപ്പയർ ദി കാർ എന്ന് വെച്ചാൽ. ഈ പിക്ചറിൽ എന്താ ഉള്ളത്? നമ്മുടെ ആന ഒരു മങ്കിയുടെ അടുത്ത് വന്നിട്ടുണ്ടല്ലേ. അപ്പൊ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡ് കണ്ടാവും, മങ്കീസ് വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ വെഹിക്കിൾസ് ഒക്കെ, നമ്മുടെ വാഹനങ്ങളൊക്കെ റെഡിയാക്കുന്ന സ്ഥലമല്ലേ വർക്ക്ഷോപ്പ്. നോക്കൂ, ടൂളൊക്കെ ഉണ്ടല്ലേ നമ്മുടെ ഈ മങ്കിയുടെ കയ്യിൽ. അപ്പൊ അതിനായിരിക്കും ഇവിടെ നമ്മുടെ എലിഫന്റ് വന്നത്. അപ്പൊ എന്തോ പറയുന്നുണ്ട് എലിഫന്റ്. എന്താ പറയുന്നേ? ക്യാൻ യു റിപ്പയർ ദി കാർ? നിനക്ക് കാർ റിപ്പയർ ചെയ്യാൻ പറ്റുമോന്ന് ചോദിക്കുക. നീ കാർ ശരിയാക്കി തരുമോ? അപ്പൊ എന്താ നമ്മുടെ മങ്കി പറയുന്ന? യെസ് ഐ ക്യാൻ, ഞാൻ ചെയ്യാന്ന് പറയാം, എനിക്ക് കഴിയുമെന്ന് പറയുക. പിന്നെന്താ ഇവിടെയുള്ളത്? നമുക്ക് നമ്മുടെ മങ്കിന്റെ നമ്മുടെ എലിഫന്റിന്റെ മുകളിൽ കയറിയല്ലേ. പിന്നെ എന്തൊക്കെ ഈ എലിഫന്റിന്റെ കയ്യിലിരിക്കുന്നത്? തുമ്പിക്കയിൽ ഒരു ടൂൾ ബോക്സ് ഉണ്ട്. നമ്മുടെ മങ്കി ആണെങ്കിലോ ഒരു ഓയിൽ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എലിഫന്റ് എന്താ പറയുന്നത്? ഇപ്പോ ലെറ്റസ് ഗോ, നമുക്ക് പോകാന്ന് പറയുക. അപ്പൊ നമ്മുടെ ഓയിലും ടൂൾ ബോക്സും എല്ലാം എടുത്തിട്ട് 2 പേരും കൂടി പോവുക അല്ലെ. പിന്നെ ഈ പിക്ചറിൽ എന്താ ഉള്ളത്? കുറെ ആനിമൽസ് നിപ്പുണ്ട്. നോക്കൂ, മങ്കി ഉണ്ട്. അപ്പൊ മങ്കി നോക്കി, ഇപ്പൊ നമ്മുടെ കാറ് കുറെ റെഡി ആയിട്ടുണ്ടല്ലേ, ശരിയാക്കിയിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മുടെ മങ്കി എന്താ പറയുന്നേ? ദി കാർ ഈസ് റെഡി, നമ്മുടെ കാറ് റെഡിയായി എന്ന് പറയാം. അപ്പൊ ഇതിൽ ഏതൊക്കെ ആനിമൽസ് ആ ഉള്ളതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയുള്ളത്? ജിറാഫ് ഉണ്ട്, ഫോക്സ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, പിന്നെ എലിഫന്റ് ഉണ്ട്, ബിയർ ഉണ്ട്, മങ്കി ഉണ്ട് അല്ലെ. അപ്പം എല്ലാം ശരിയാക്കിയല്ലേ കാറ്. അപ്പോഴാണ് നമ്മുടെ ബിയർ ഒരു കാര്യം പറയുന്നത്. എന്താ പറയുന്നേ? നൗ ഹു വിൽ പെയിന്റ് ദി കാർ? അപ്പൊ നമ്മുടെ കാറൊക്കെ ശരിയാക്കി, പക്ഷെ ഈ കാറിന് കളർ ചെയ്യുന്നാൽ നമ്മൾ പെയിന്റ് ചെയ്യുന്ന ആരാന്ന് ചോദിക്കുക. അപ്പൊ നമ്മുടെ എലിഫന്റ് എന്താ പറയുന്നേ? ഐ വിൽ, ഞാൻ ചെയ്യാന്ന് പറയാം. അപ്പൊ ആരാ ഇപ്പോൾ കാർ പെയിന്റ് ചെയ്യാന്ന് നമ്മുടെ ബിയർ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ എലിഫന്റ് പറയാ, ഞാൻ ചെയ്യാന്ന് പറയാം. അപ്പോഴാണ് നമ്മുടെ ഫോക്സ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നേ? ബട്ട് വെർ ഈസ് ദി പെയിന്റ്? പക്ഷെ പെയിന്റ് എവിടെയെന്ന് ചോദിക്കുക അല്ലെ. അപ്പോഴത്തേക്ക് എന്താ സംഭവിച്ച ഈ പിക്ചറില്? നോക്ക്, 2 പാരറ്റ്സ്, അവരുടെ കയ്യിൽ എന്താ? പെയിന്റ് ടിന്നല്ലേ. അതിൽ നോക്ക്, പെയിന്റിന്റെ കളർ എന്താ? റെഡ്. അപ്പൊ എന്താ ഇവിടെ? അപ്പൊ ഇവരെന്താ പാരറ്റ്സ് പറയുന്നേ? ഹിയർ ഈസ് ദി പെയിന്റ്, ഇതാ പെയിന്റ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുക അല്ലെ.
അപ്പൊ 2 പാരറ്റ്സ് വന്നിട്ട് അവര് ആ റെഡ് പെയിന്റ് അവർക്ക് കൊടുക്കുക അല്ലെ. പിന്നെ ഈ പിക്ചറിൽ എന്താ ഉള്ളത്, നമ്മുടെ എലിഫന്റ് ആ കാർ പെയിന്റ് ചെയ്യുക അല്ലെ. കണ്ടോ, കോരി ഒഴിക്കുക, ഡ്രങ്ക് ചെയ്യുക നമുക്ക് നമ്മുടെ പെയിന്റ്. അപ്പോ നമ്മുടെ ഈ ബിയർ എന്താ പറയുക, യു പെയിന്റ് വെൽ, നീ നന്നായി പെയിന്റ് അടിച്ചു എന്ന് പറയുക. അപ്പോഴത്തേക്ക് ഈ നമ്മുടെ എലിഫന്റിന് ഒരു കോംപ്ലിമെന്റ് അല്ലേ കിട്ടിയെന്ന് വെച്ചാൽ നല്ലൊരു ഇതല്ലേ അവനോട് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഈ ആളെന്താ പറയുന്നത്, നമ്മുടെ ആനക്കുട്ടൻ പറയുക, ഓ താങ്ക് യു എന്ന് പറയുക. പിന്നെ ഈ പിക്ചറിൽ എന്താ ഉള്ളത്, നോക്ക്, നമ്മുടെ ഇപ്പൊ നമ്മുടെ വണ്ടി, നമ്മുടെ കാർ ഇപ്പൊ റെഡി ആയല്ലേ. മറ്റേതൊരു പഴയ കാറായിരുന്നു. ഇപ്പൊ നമ്മുടെ മങ്കി ആ കാറൊക്കെ റെഡിയാക്കി, നമ്മുടെ എലിഫന്റ് കാർ പെയിന്റ് ചെയ്ത് നല്ല സൂപ്പർ കാറാക്കി. അപ്പൊ ഇതിലെ ഈ പിക്ചറിൽ എന്തൊക്കെയുള്ളത്, നമ്മുടെ ഈ ആളെന്തോ പറയുന്നു, നമ്മുടെ മങ്കി എന്താ പറയുന്നത്, കം ലെറ്റസ് ഗോ എന്ന് പറയാം, വരൂ നമുക്ക് പോകാന്ന് പറഞ്ഞ എല്ലാരും വിളിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മുടെ ബിയർ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫോക്സ് പറയാ സ്റ്റാർട്ട് ദി കാർ. അപ്പൊ നമ്മുടെ ഫോക്സിന്റെ തിരക്കായി, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യൂന്ന് പറയുക കാറ്. അപ്പൊ ഇവിടെ 2 ബേർഡ്സ്, കുഞ്ഞു ബേർഡ്സ് ഇരിപ്പുണ്ട് അല്ലെ. അതാരായിരിക്കും, ആ പാരറ്റ്സ് ആയിരിക്കും. അപ്പം ഇതിൽ ആരൊക്കെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ ബിയർ ഉണ്ട്, മങ്കി ഉണ്ട്, ഫോക്സ് ഉണ്ട്, നമ്മുടെ 2 ലിറ്റിൽ പാരറ്റ്സ് ഉണ്ട് അല്ലെ. നമ്മുടെ ഈ പിക്ചറിൽ എന്താ ഉള്ളത്, അപ്പൊ ഇത് ഒരാൾ ഓടി വരുക അല്ലെ. ആരാ, നമ്മുടെ എലിഫന്റ് വരും. അപ്പൊ എന്താ പറയുന്നത് എലിഫന്റ്, മീ ടു, ഞാനും ഉണ്ട് എന്ന് പറയും. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാ നോക്കുന്നത്, വളരെ ഞെട്ടിയിട്ട് നോക്കുക. കാരണം എന്താ, നമ്മുടെ എലിഫന്റ് ഇതിൽ കയറുവാണെങ്കിൽ കാർ ബാലൻസ് ഉണ്ടാവോ, ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവര് ഞെട്ടുന്നത്. പിന്നെ ദാ ഇവിടെ നോക്കൂ, ഹൂ സെഡ് വാട്ട് കറക്ട്സ് ദ പിക്ചർ ആൻഡ് ഡയലോഗ്. നോക്കിക്കേ, ഈ പിക്ചറിൽ എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത്, ഡയലോഗ്സ് ഇതിനകത്തുള്ളത്. അപ്പൊ അത് അവരുമായിട്ട് കണക്ട് ചെയ്യാനാ പറയുന്നത്. അപ്പൊ ദാ ഇവിടെ നോക്കൂ, കാർ ഈസ് റെഡി. അപ്പൊ കാർ ഈസ് റെഡി എന്ന് പറഞ്ഞ ആരായിരുന്നു, നമ്മുടെ മങ്കിയ അല്ലെ പറയുന്നത്. പിന്നെ കാൻ യു റിപ്പയർ ദി കാർ എന്ന് ചോദിച്ച ആരാ, കാർ റിപ്പയർ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ എലിഫന്റ്. പിന്നെ ഹിയർ ഈസ് ദി പെയിന്റ്, നമ്മുടെ ഇതാ പെയിന്റ് എന്ന് പറഞ്ഞ ആരാ കൊടുത്തേ, നമ്മുടെ പാരറ്റ്സ്. അപ്പൊ അങ്ങോട്ട്. പിന്നെ യു പെയിന്റ് വെയിൽ എന്ന് പറഞ്ഞ ആരാ, നീ നന്നായി പെയിന്റ് ചെയ്തു എന്ന് പറഞ്ഞ നമ്മുടെ ബിയർ അല്ലെ. പിന്നെ വേർ ഈസ് ദി പെയിന്റ് എവിടെയെന്ന് ചോദിച്ചാൽ ആരാണ്, നമ്മുടെ ഫോക്സ്. അപ്പൊ അതത്രേ ഉള്ളൂ.